ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾട്രേഷൻ്റെ സ്റ്റിച്ചിങ് ചാർജസ് ആണ് കേട്ടോ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ ഈ ഷേപ്പ് ചെയ്യാനും അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ വരില്ലേ, ഒരു ഫുൾ ഡ്രസ്സ് സ്റ്റിച്ചിങ് അല്ലാണ്ട് അതിൽ വരുന്ന ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ്, അതിൻ്റെ റേറ്റാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു അളവൊക്കെ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. സായ ഡിസൈൻസ് എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ID വരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ഫസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഫുൾ സർക്കിൾ സ്കേർട്ട്, അതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ഫുൾ സർക്കിൾ സ്കേർട്ടിൻ്റെ ലെങ്ത് കുറച്ചിട്ട് നമ്മൾ പറയുന്ന ആ ഒരു ലെങ്തിലേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മളതിൽ മടക്കി അടിക്കണം താഴെ. അത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 100 രൂപ മുതൽ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. കാരണം അത്യാവശ്യം പണിയുണ്ട്. 90 അല്ലെങ്കിൽ 100 ആ ഒരു എമൗണ്ടൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഫുൾ സർക്കിൾ സ്കേർട്ട് ഹാഫൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അത് തയ്ക്കുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ടൈം നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആലിയ കട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാകും എന്നുള്ളതാണ്. ആലിയ കട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 60 മുതൽ 70 രൂപ വരെയൊക്കെ വാങ്ങിക്കാം കേട്ടോ. ചുരിദാർ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 60 രൂപയാണ്. നോർമൽ ഒരു ചുരിദാർ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 60 രൂപയാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഞാൻ ഈ പറയുന്ന റേറ്റൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഈ ചുരിദാർ ഷേപ്പ് ചെയ്യുന്ന കേസ് ഞാൻ പറഞ്ഞല്ലോ, അത് 120 വരെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലായിടത്തും ഈ ഒരു റേറ്റ് ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നൈറ്റി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നൈറ്റിയുടേത് നൈറ്റി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 50 രൂപയാണ് വാങ്ങിക്കുന്നത്. പിന്നെ സാരി ഫോളിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാരി ഫോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡ് ഹെമ്മും കൂടെ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 150 മുതൽ 200 വരെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് എങ്ങനെയാണ് നിങ്ങളുടെ അവിടെ വാങ്ങിക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ ഒരു ആവറേജ് എടുത്ത് വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ പോക്കറ്റൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോക്കറ്റ് ഇല്ലാത്ത ഡ്രസ്സിന് പോക്കറ്റ് ആഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 150 രൂപയാണ് വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ സാരിയുടെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമല്ലോ നമ്മൾ, സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 70 രൂപയാണ് വാങ്ങിക്കുന്നത്. പിന്നെ ലക്ടാൻ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡോരി വയ്ക്കുമല്ലോ, അപ്പോൾ അത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഹെവി ആയിട്ടൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എമൗണ്ട് വാങ്ങിക്കാം. സ്റ്റാർട്ടിങ് ഒരു 80 മുതൽ അല്ലെങ്കിൽ 100 മുതൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഷാളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യുമല്ലോ ഷാളിൻ്റെയൊക്കെ, അപ്പോൾ അതിന് എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷാളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 50 രൂപ 60 രൂപ വാങ്ങിക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് അംബർല സ്കേർട്ടാണ്. അംബർല സ്കേർട്ടിൻ്റെയൊക്കെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അംബർല സ്കേർട്ടിൻ്റെത് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സ്കേർട്ട് ചെയ്യുന്ന സമയത്ത് ലെങ്ത് കുറക്കാനാണ് എന്നുണ്ടെങ്കിൽ 100 രൂപ മുതൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. കാരണം അത്യാവശ്യം വർക്കുണ്ട് അതിൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് പാനൽ കട്ടിൻ്റെയാണ്. പാനൽ കട്ട് വരുന്ന സമയത്ത് എന്താ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാനൽ കട്ട് നമ്മൾ ഓരോ പാനലും എടുത്ത് ഷേപ്പ് ചെയ്യണം. ഓക്കെ, ഞാൻ പാനൽ കട്ട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെയും പാനൽ കട്ടിൻ്റെ ഇങ്ങനെ ചോദ്യം വരുന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ. പാനൽ കട്ട് ഇതാണ് അതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്. നമ്മൾ ഒരു പാനൽ എടുത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സൈഡ് മാത്രം ഷേപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പാനൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം റേറ്റ് വാങ്ങിക്കാം. 200 മുതൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, 200 സ്റ്റാർട്ടിങ് വെച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്നത് നെക്ക് ഓൾട്രേഷനാണ്. നെക്ക് ഇപ്പോൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വിഡ്ത്തിലൊക്കെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നെക്ക് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം പണിയും കൂടെ ഉള്ളൊരു കാര്യമാണ്, തയ്ക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അതിനൊരു 140 മുതൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. നെക്ക് ഓൾട്രേഷൻ ഒരു 140 രൂപ വാങ്ങിക്കാം. ഇനി പാൻറ്റിൻ്റെയൊക്കെ ലെങ്ത് കറക്ഷനാണ്. പാൻറ്റിൻ്റെ ലെങ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 70 രൂപ വാങ്ങിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സിബ്ബ് വെച്ച് കൊടുക്കാനായിട്ട്, സിബ്ബ് ഇപ്പോൾ ഇല്ലാത്ത നൈറ്റിക്കൊക്കെ ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ്സിനൊക്കെ ആണെങ്കിലും സിബ്ബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 90 രൂപ മുതൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അത് ഹൈഡായിട്ട് നമ്മൾ സാദാ സിബ്ബ് വയ്ക്കുന്നതും അതേപോലെ തന്നെ ഇൻവിസിബിൾ സിബ്ബ് വെക്കുന്നതും കുറച്ച്
ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എമൗണ്ട് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ സ്ലീവ് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സ്ലീവ് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് ഒരു 50 രൂപ മുതൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. സ്ലീവിൻ്റെയൊക്കെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇറക്കം കുറയ്ക്കാനായിട്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 60-70 രൂപയൊക്കെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ടോപ്പിൻ്റെ നോർമലായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്കേർട്ടിൻ്റെയൊക്കെ ടോപ്പ് അതിൻ്റെയൊക്കെ ഷെയ്പ്പ് ചെയ്യാനായിട്ടും എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 70 രൂപ മുതൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഷെയ്പ്പും പിന്നെ അതിലെന്തെങ്കിലും ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 70 രൂപ മുതൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. പിന്നെ പറയുന്നത് സ്ലിറ്റാണ്. നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് അതിനെന്തെങ്കിലുമൊക്കെ കറക്ഷൻസൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 90 മുതൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ വേറെ ഇപ്പോൾ ചെറിയ ചുരിദാറിൻ്റെയോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ടോപ്പിൻ്റെയൊക്കെ ടോപ്പിൻ്റെയൊക്കെയാണ് ഞാൻ പറയുന്നത്. ലെങ്ത് അതായത് ജസ്റ്റ് നമുക്ക് മടക്കി അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 60 രൂപ മുതൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാനായിട്ടാണ്. ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 80 രൂപ മുതൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഷർട്ടൊക്കെ ഷേപ്പ് ചെയ്യാനായിട്ട് മെൻസിൻ്റെ അത് കുറച്ച് പണിയുണ്ട്. കാരണം നമ്മൾ സീം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം എമൗണ്ട് വരും. സ്റ്റാർട്ടിങ് തന്നെ 100 തൊട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് പറയുന്നത്. പിന്നെ ഷോൾഡർ കറക്ഷൻ കൂടെ പറയാം കേട്ടോ. ഷോൾഡർ കറക്ഷൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷോൾഡർ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 80 മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് വാങ്ങിക്കാം. 80-90 മുതലൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഓൾട്രേഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. എനിക്ക് അത്യാവശ്യം കമൻറ്റ് വന്നിട്ടുള്ളതും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള മെസ്സേജ് സ്റ്റോറിക്ക് വന്ന റിപ്ലൈസും കൂടെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ചോദിച്ച കാര്യങ്ങളുടെ റിപ്ലൈ ആണിപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഒരുപാട് പേര് വേറെയും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാതെ ഇതിനെത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.